നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മുസ്ലിം സമുദായത്തെ ഭയന്നാണ് എല്ലാവരും ഇവിടെ ജീവിക്കുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കണിച്ചിക്കുളങ്ങരയിലെ വസതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മസിൽ പവറും മണി പവറും മുസ്ലിം സമുദായത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. അതാണ് ക്രിസ്ത്യാനികൾ BJPക്ക് വോട്ട് ചെയ്തത്. എതിർത്താൽ കയ്യും തലയും വെട്ടുമെന്ന സമീപനമാണ് മുസ്ലിം സമുദായത്തിൻ്റെത്. ഇതുമൂലം BJP ആണ് രക്ഷ എന്ന തോന്നലിലാണ് ക്രിസ്ത്യൻ സമുദായത്തെ BJPയിലേക്ക് അടുപ്പിക്കുന്നത്. കേരളം മാറുകയാണ്. ചോരയും നീരും തന്ന് വളർത്തിയ അടിസ്ഥാന വർഗത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറന്നു. അന്ധമായ ന്യൂനപക്ഷ പ്രകടനമാണ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായത്. ഗോവിന്ദൻ മാഷിന് ഈഴവ വോട്ടുകളുടെ പ്രസക്തി മനസ്സിലായി. ഈഴവ വോട്ടുകൾ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് പരിശോധിച്ച് തിരുത്തുകയാണ് CPM ചെയ്യേണ്ടത്. ഇടതുപക്ഷം ഇത്രയും തോറ്റതിന് കാരണം സാധാരണക്കാരെ മറന്നുപോയതാണ്. SNDP യോഗത്തെ കാവ്യ പുതപ്പിക്കാനോ ചുവപ്പണിയിക്കാനോ ആരെയും അനുവദിക്കില്ല. യോഗം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലും ചൂലുമല്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണ് സംഘടനയിൽ ഉൾപ്പെടുന്നത്. എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്. എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തിയാണ് യോഗം മുന്നോട്ട് പോകുന്നത്. താൻ രാഷ്ട്രീയക്കാരനല്ല, പ്രശ്നാധിഷ്ഠിതമായാണ് നിലപാട് സ്വീകരിക്കുന്നത്. ഇതിന്റെ പേരിൽ കാവ്യ പുതപ്പിക്കാനും വർഗീയവാദിയാക്കാനുമാണ് നീക്കം. MV ഗോവിന്ദന്റേത് രാഷ്ട്രീയ അഭിപ്രായമാണ്. ഇടതുമുന്നണി ശൈലി മാറ്റാൻ തയ്യാറാവണം. LDFന്റെ അമിതമായ മുസ്ലിം ന്യൂനപക്ഷ പ്രകടനം മൂലം ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ BJPയിൽ ചേരാൻ തയ്യാറെടുക്കുകയാണ്. ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന യുവതലമുറയെ ശത്രുപക്ഷത്ത് എത്തിക്കുന്ന സമീപനം ശരിയല്ല. മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാൻ എന്തൊക്കെ ചെയ്തു, എന്തെങ്കിലും കിട്ടിയോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. കാന്തപുരം വിഭാഗം CPMനെ വെച്ച് ഒരുപാട് തേടി. 1200 ഏക്കറിൽ ഒരു സിറ്റി ഉണ്ടാക്കി. എല്ലാ സഹായവും നൽകി. ഒരു കാന്തം പോലും CPMന് തിരിച്ചു കിട്ടിയില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇടതുപക്ഷം ഇത്രയും തോറ്റതിന് കാരണം സാധാരണക്കാരെ മറന്നുപോയതാണ്. വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാര്യം പറയുമ്പോൾ കണ്ണടക്കുകയും തെക്കൻ കേരളത്തിലെ കാര്യത്തെ വിമർശിക്കുകയും ചെയ്യുന്നത് നല്ല സമീപനമല്ല. ഇത്തരം വിഷയങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കി കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കണം. യോഗത്തിന് ആരോടും വിരോധവും വിധേയത്വവുമില്ല. എല്ലാവരോടും തുറന്ന സമീപനമാണ് പുലർത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലതവണ ദ്രോഹിച്ചെങ്കിലും നിലപാടിൽ മാറ്റമുണ്ടായിട്ടില്ലെന്നും കോൺഗ്രസുമായി യോജിപ്പില്ലെന്നും തന്റെ കുടുംബത്തെ നന്നാക്കാൻ ആരും വരണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.